السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, സൂറത്തു സ്വാഫാത്തിന്റെ ആദ്യ ഭാഗം നമ്മളെടുത്ത് അതിനുശേഷം ഒരു പരീക്ഷ ഇടുകയും അതിനുശേഷം രണ്ടാം പാർട്ട് എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ സൂറത്തിന്റെ ബാക്കി എടുത്തു വരുന്നത്. അതിൽ തന്നെ ഇന്ന് 14ാമത്തെ ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ എടുക്കുന്നത് 174 മുതൽ 77 വരെയുള്ള 4 ആയത്തുകളാണ്. ഇനി ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞാൽ അത്ര തന്നെ 4-5 ആയത്തുകളെ നമുക്ക് ഈ സൂറത്തിൽ ബാക്കി വരുന്നുള്ളൂ. നമ്മൾ ഇന്ന് എടുക്കുന്നത് ഓതാം. ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم فتول عنهم حتى حين وأبصرهم فسوف يبصرون أفبعذابنا يستعجلون فإذا نزل بساحتهم فساء صباح المنذرين. ഇത്ര ആയത്തുകളാണ്, കുറഞ്ഞ ആയത്തുകളാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ നോദിക്കോളും. أعوذ بالله من الشيطان الرجيم فتول عنهم حتى حين وأبصرهم فسوف يبصرون أفبعذابنا يستعجلون فإذا نزل بساحتهم فساء صباح المنذرين. ഇൻഷാ അല്ലാഹ് ഇത്രയും ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. സൂറത്തിന്റെ ആരംഭം മുതൽ നമ്മൾ നോക്കിയ ചെറിയ ചെറിയ ആയത്തുകളാണ് സൂറത്തിൽ വന്നിട്ടുള്ളത്. ഫതവല്ല അൻഹും ഹത്താ ഹീൻ, ഇതാണ് 174ാമത്തെ ആയത്ത്. ഫതവല്ല, ആകയാൽ നീ തിരിഞ്ഞു കളയുക. തവല്ല എന്ന ക്രിയയുടെ കൽപ്പനാരൂപമാണ് തവല്ല. അവസാനത്തെ ആ യാ ഒഴിവാക്കും. തവല്ല എന്നതിന് രണ്ടർത്ഥമുണ്ട്. നേരെ എതിരർത്ഥമാണ്. ഒന്ന് ഏറ്റെടുക്കുക എന്നും മറ്റൊന്ന് തിരിഞ്ഞു കളയുക എന്നും. രണ്ട് അർത്ഥത്തിലും ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഈ പദം. സാന്ദർഭികമായിട്ടാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ മുത്തവല്ലി എന്ന് നമ്മൾ പറയാം. സാധാരണ പള്ളിയുടെ മുത്തവല്ലി അല്ലെങ്കിൽ ഇന്ന സ്ഥാപനത്തിന്റെ മുത്തവല്ലി എന്നൊക്കെ പറഞ്ഞാല് ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആളെന്നുള്ള രൂപത്തിലാണ്. അപ്പൊ തവല്ല എന്ന് പറഞ്ഞാൽ ഏറ്റെടുത്തു എന്നർത്ഥമുണ്ട്, തിരിഞ്ഞു കളഞ്ഞു, ഒഴിവാക്കി, അവഗണിച്ചു എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. ഇവിടെ തിരിഞ്ഞു കളഞ്ഞു എന്ന അർത്ഥമാണ്. ഫതവല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അള്ളാഹു പറയുകയാണ്, നബിയെ നീ തിരിഞ്ഞു കളഞ്ഞേക്ക്, മാറി നിന്നേക്ക്, അൻഹും അവരിൽ നിന്ന്, അല്ലെങ്കിൽ അവരെ തൊട്ട്, അതായത് മക്കത്തെ മുശ്രിക്കുകളെയാണ് ഉദ്ദേശിക്കുന്നത്. ഹത്താ ഹീൻ എന്ന് പറഞ്ഞാല് ഒരു നിശ്ചിത സമയം വരെ, ഒരു കാലം വരെ. ഹീൻ എന്ന് പറഞ്ഞാൽ ഒരു സമയം. ഹത്താ ഹീൻ എന്ന് വെച്ചാൽ ഒരു നിശ്ചിത സമയം. അപ്പൊ നബിയെ അതിനാൽ ഒരു കുറഞ്ഞ സമയം വരേക്കും നീ അവരിൽ നിന്ന് തിരിഞ്ഞു കളയുക എന്നാണ്. തവല്ല യതവല്ല തവല്ലുയൻ ഫഹുവ മുതവല്ലിൻ.
എന്നാണ് ആ ക്രിയ സർഫ് ചെയ്യുന്നത്. ഇനി 175-ാമത്തെ ആയത്ത് വഅബ്സിർഹും അവിടെ റായിന് സുക്കൂനാണ്, തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് കെസ്റയാണ്, സ്വാധീനം. അപ്പൊ നമ്മൾ അബ്സിർ എന്ന് തഫ്ഹീം ചെയ്തോതാതെ സിർഹും എന്ന് തർക്കീക്ക് ചെയ്തിട്ട് വേണം അവിടെ ഓതിപ്പോൻ. അപ്പൊ വഅബ്സിർഹും അവരെ നീ കണ്ടറിയുകയും ചെയ്യുക നബിയെ, അവരെ നീ കാണുകയും ചെയ്യുക നബിയെ. അതും കൽപ്പനാരൂപമാണ്. അബ്സ്വറ എന്ന ക്രിയയുടെ കൽപ്പനാരൂപം അഥവാ ഫിഅലുൽ അംറാണ് അബ്സിർ എന്ന് പറയുന്ന വാക്ക്. അബ്സ്വറ യുബ്സിറു ഇബ്സ്വാറൻ ഫഹുവ മുബ്സിറുൻ. അഫ്അല വസിൻ എന്ന് പറയും. അഫ്അല യുഫ്ഇലു ഇഫ്ആലൻ ഫഹുവ മുഫ്ഇലുൻ എന്ന് പറയുന്നത് പോലെ. അപ്പൊ അബ്സ്വറ എന്ന ക്രിയയുടെ കൽപ്പനാരൂപമാണ് അബ്സിർ എന്നത്. അപ്പൊ നീ അവരെ കാണുകയും അല്ലെങ്കിൽ കണ്ടറിയുകയും ചെയ്യുക. ഫസൗഫ വഴിയേ. ഖുർആനില് ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ആ പദം കാണാം. സൗഫ വഴിയേ, പിന്നീട് എന്നൊക്കെ അർത്ഥത്തിലാണത് ഉപയോഗിക്കുന്നത്. ഫസൗഫ അപ്പോ വഴിയേ, യുബ്സിറൂൻ അവർ കാണും, അവർ കണ്ടറിയും. അപ്പൊ ഇതൊരു വാണിംഗ് ആണ്, ഒരു മുന്നറിയിപ്പാണ്. വരാനിരിക്കുന്ന ഭവിഷ്യത്തുകൾ അവർ കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് അല്ലാഹു പറയുകയാണ്. അപ്പൊ ഈ ആയത്ത് അവർക്കുള്ള ഒരു ഇൻസാറാണ്, താക്കീതാണ്, അല്ലെങ്കിൽ വാണിംഗ് എന്ന് പറയും. അപ്പൊ അവരെ കുറിച്ച് നീ കണ്ടറിയുകയും ചെയ്യുക, അവർ വഴിയെ കണ്ടറിഞ്ഞേക്കുന്നതാണ്. ഇപ്പൊ നബിമാരൊക്കെ അവരുടെ പ്രബോധിത സമൂഹം സത്യം സ്വീകരിക്കാതെ വരുമ്പോൾ, തൗഹീദ് ഉൾക്കൊള്ളാതെ, ഇസ്ലാം ഉൾക്കൊള്ളാതെ വരുമ്പോൾ അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കാറുണ്ട്. അഹങ്കാരം നിങ്ങളെ എത്തിക്കുന്നത് വലിയ ആപത്തിലേക്കായിരിക്കും, അള്ളാഹുവിന്റെ ശിക്ഷകൾക്കെത്തും എന്ന നിലയ്ക്ക് നബിമാരൊക്കെ അവരുടെ സമൂഹത്തിലെ ധിക്കാരികളായ ആളുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാണ്, നബി ഞങ്ങൾ ഒരല്പകാലം കൂടി ക്ഷമിച്ച് കാത്തിരിക്കും എന്ന് പറഞ്ഞാൽ നബിക്ക് ക്ഷമയില്ല എന്നുള്ളതല്ല, മറിച്ച് നബിയെ ഏറ്റവും നല്ല ക്ഷമയുടെ ഉടമയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ക്ഷമ എന്നൊക്കെ പറയെങ്കിൽ പോലും നമ്മളെ ജീവിതത്തിൽ പല ഘട്ടങ്ങളും വരുമ്പോൾ ആ ക്ഷമയൊക്കെ നമ്മളെടുത്ത് തോട്ടിലെറിയും, അതൊന്നും ഉണ്ടാവൂല. പിന്നെയാണ് നമുക്ക് ഓർമ്മ വരിക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ക്ഷമയും നമ്മുടെ ക്ഷമയും ഒക്കെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അജഗജാന്തരമുണ്ട്. നബിയെ തന്റെ ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പേരിൽ വ്യഭിചാരാരോപണം ഉന്നയിച്ച് സമൂഹത്തിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നിന്ന് നമസ്കരിച്ചിട്ട് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ജൂതന്മാരുമായി നബിയെയും സ്വഹാബികളെയും ഇല്ലാതാക്കാൻ വേണ്ടി രഹസ്യമായി ഗൂഢാലോചനയൊക്കെ നടത്തിയ, തുടങ്ങി മദീനയിൽ മുസ്ലിങ്ങൾക്ക് എല്ലാ നിലയ്ക്കും തലവേദന സൃഷ്ടിച്ച ഒരു മനുഷ്യനായിരുന്നു അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ സുലൂൽ എന്ന് പറയുന്ന മുനാഫിക്കുകളുടെ നേതാവ്. അവൻ മുസ്ലിം ആയില്ലെങ്കിലും, അവൻ കപടനായിരുന്നെങ്കിലും മകൻ അബ്ദുള്ള പിന്നെ മുസ്ലിം ആയിരുന്നു, നല്ലൊരു വ്യക്തിത്വത്തിനുടമയായിരുന്നു. അപ്പം മകൻ വന്ന് പറയാണ്, നബി എൻ്റെ ഉപ്പാക്ക് നിങ്ങൾ ഇമാമ് നിൽക്കണം. അങ്ങനെ ചരിത്രത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ നേരം നിന്ന് നമസ്കരിച്ചത്, മയ്യത്ത് നിസ്കരിച്ചത് ആരുടേതാണ്? ഈ മുനാഫിക്കുകളുടെ നേതാവിൻ്റെതാണ്. പക്ഷെ അള്ളാഹു ആ നമസ്കാരം സ്വീകരിക്കുകയില്ല. 70 തവണ നബിയെ നീ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്താലും അള്ളാഹു അത് സ്വീകരിക്കില്ല, അള്ളാഹുവിന് പുറത്തു കൊടുക്കില്ല എന്നുള്ള ആയത്തിറങ്ങി. അപ്പോ അത്രയും ഉപദ്രവിച്ചിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ക്ഷമ, തന്നെയും തൻ്റെ അനുയായികളെയും കൊല്ലാൻ നോക്കി, തൻ്റെ നാട്ടിൽ നിന്ന് മക്കയിൽ നിന്ന് ആട്ടി ഓടിച്ചിട്ട് പോലും ആ മക്ക തൻ്റെ കയ്യിൽ വരുമ്പോൾ, തൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ വരുമ്പോൾ നിങ്ങൾ സ്വതന്ത്രരാണെന്നും നിങ്ങൾക്ക് ഇന്ന് മാപ്പ് നൽകുന്നു എന്നും പറയണമെങ്കിൽ എത്ര വലിയ ക്ഷമ ഉണ്ടാവണം.
അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, നബിയെ നിങ്ങള് പ്രബോധനം ചെയ്തു, ആളുകൾ താങ്കളെ ചീത്ത പറഞ്ഞു, ആക്ഷേപിച്ചു, ഉപദ്രവിച്ചു, കൊലപ്പെടുത്താൻ ശ്രമിച്ചു, അങ്ങനെ തുടങ്ങി അതിന്റെ പട്ടിക ഇങ്ങനെ നീളാണ്. അപ്പം വിശ്വാസമോടെ പറയാണ്, നബിയെ ഒരല്പകാലം കൂടി അങ്ങ് ക്ഷമിച്ചോളൂ, അവർക്ക് അള്ളാഹുവിന്റെ ശിക്ഷ വരുന്നത് അങ്ങേക്ക് കാണാൻ പറ്റും. അപ്പോ പിന്നെ സത്യവിശ്വാസികളുടെ വിജയവും അവിശ്വാസികളുടെ പരാജയവും അത് സംഭവിക്കും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വഅബ്സിറുഹും ഫസൗഫ യുബ്സിറൂൻ, താങ്കൾ കണ്ടു നിന്നോളൂ, വഴിയെ അവരും കണ്ടറിഞ്ഞുകൊള്ളും എന്നാണ് പറഞ്ഞത്. അപ്പം അവരുടെ ഉപദ്രവങ്ങളും അവരുടെ ഇതൊക്കെ ഒന്ന് കുറച്ചു കാലം കൂടി നബിയെ അങ്ങൊന്ന് ക്ഷമിച്ചു കൊള്ളൂന്ന്. അപ്പൊ ഏതുവരെ വഅബ്സിറുഹും ഫസൗഫ യുബ്സിറൂൻ എന്ന് പറഞ്ഞത്, ചില മുഫസ്സിറുകൾ പറഞ്ഞത് സലഫുകളെ ഉദ്ധരിച്ചുകൊണ്ട് ബദറിന്റെ ദിവസം വരെ ഒന്ന് ക്ഷമിക്കുക, ബദറിന്റെ ദിവസം. കാരണം ബദർ യൗമുൽ ഫുർഖാൻ എന്നുള്ള പേരിലാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്, സത്യവും അസത്യവും വേർതിരിയുന്ന ദിവസം. അപ്പം അള്ളാഹുവിന്റെ സമ്പൂർണമായ സഹായം വിശ്വാസികൾക്ക് ലഭിച്ച, സ്വഹാബത്തിന് ലഭിച്ച, നബിക്ക് ലഭിച്ച ദിവസമായിരുന്നു ബദർ. അപ്പൊ ഇലൽ ബദർ വരെ ഒന്ന് കാത്തിരിക്കൂ എന്ന് അള്ള പറഞ്ഞതാണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്നാണ് കുറെ വ്യാഖ്യാനങ്ങളിൽ വന്നിട്ടുള്ളത്. ചില തഫ്സീറുകളിൽ കാണാം ഇലൽ മൗത്ത് ഇല യൗമിൽ ഖിയാമ, മരണം വരെ എന്നും ഖിയാമത്ത് നാൾ വരെ എന്നും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതല്ല. തഫ്സീറുകളിൽ ഇങ്ങനെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ആയത്തുകളുടെ വ്യാഖ്യാനമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കും. ഖുർആനിലെ 51-ാമത്തെ സൂറത്താണ് ദാരിയാത്ത്. അതിലെ 54-ാമത്തെ ആയത്തിൽ കാണാം, അവിടെ ഇതേ ആയത്ത് ഫതവല്ല എന്ന വാക്കുകൊണ്ട് നബിയോട് പറയാണ്, ഫതവല്ല അൻഹും, നബിയെ അങ്ങ് അവരിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞേക്ക്. ഫമാ അൻത ബിമലൂം, താങ്കൾ ഒരിക്കലും ആക്ഷേപാർഹനല്ല. അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാളെ ഇപ്പൊ ഫിർഔന്റെ അടുത്തേക്ക് മൂസാ നബിയെ പറഞ്ഞയക്കുമ്പോൾ പോലും അള്ളാഹു പറഞ്ഞ എന്താണ്, എത്ര വലിയ ധിക്കാരിയാണെങ്കിലും അള്ളയാണെന്ന് വാദിക്കുന്നുണ്ടെങ്കിലും അവനോട് സൗമ്യമായി സംസാരിക്കണം. ഒരുപക്ഷെ അവൻ അത് ഉൾക്കൊള്ളാൻ സാധ്യതയുമുണ്ട്, മടങ്ങിയേക്കാം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം എത്ര വലിയവന്റെ മുമ്പിലും ധിക്കാരിയുടെ മുമ്പിലും ഒരു പ്രബോധകൻ അള്ളാന്റെ ദീനിലേക്ക് ക്ഷണിക്കുന്ന ഒരാൾ സൗമ്യമായ സമീപനം തന്നെയാണ് സ്വീകരിക്കേണ്ടത്. അപ്പൊ ഇവിടെ നബിയോട് പറയാണ്, നബിയെ നിങ്ങൾ അവരിന്ന് തിരിഞ്ഞു കളഞ്ഞേക്ക്, അധികാരികളിൽ നിന്ന്. അതിന്റെ പേരിൽ അള്ളാഹു ഒരിക്കലും താങ്കളെ ആക്ഷേപിക്കുകയില്ല. വദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, അങ്ങ് ആളുകളെ ഉത്ബോധിപ്പിക്കണം, ഉപദേശിക്കണം. തീർച്ചയായും ആ ഉത്ബോധനം വിശ്വാസികളുടെ മനസ്സിൽ അത് സ്വാധീനം ചെലുത്തും, പ്രയോജനം ഉണ്ടാക്കും എന്നാണ്. അതേപോലെ സൂറത്തുൽ ഖമർ, ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ഖമർ എന്ന സൂറത്തിന്റെ 6-ാമത്തെ ആയത്തിലും കാണാം, ഫതവല്ല അൻഹും, നബിയെ അവരിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞേക്ക്. യൗമ യദ്ഉ ദാഇ ഇലാ ശൈഇൻ നുക്ർ, ഒരു ക്ഷണിതാവ് അവരെ വന്ന് വിളിക്കും. എങ്ങോട്ടാണ്? അവർക്ക് ഒരിക്കലും ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിലേക്ക്, അവർക്ക് മനസ്സുകൊണ്ട് അവർ വെറുക്കുന്ന ഒന്നിലേക്ക്. ഖുശ്അൻ അബ്സാറുഹും യഖ്റുജൂന മിനൽ അജ്ദാസി കഅന്നഹും ജറാദും മുൻതശിർ, അതായത് അവരുടെ കണ്ണുകളൊക്കെ കീഴ്പോട്ട് താന്ന് അങ്ങനെ അള്ളാഹിന് വിനയപ്പെട്ട് ഒരവസ്ഥയിലായിരിക്കും അവര് അള്ളാഹുവിലേക്ക് മടങ്ങുക. ഏത് കബറുകളിൽ നിന്ന്. ഈ വെട്ടുകിളികൾ കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല നിങ്ങള്, വെട്ടുകിളി ഒന്നായി പരന്ന് ഉണ്ടാവും. വെട്ടുകിളി നമുക്ക് കഴിക്കൽ അനുവദനീയമായ ഒന്നാണ്. അപ്പൊ ഈ വെട്ടുകിളികൾ നിരന്നത് പോലെ ആളുകൾ കബറുകളിൽ നിന്ന് പുറത്തേക്ക് വന്നൊരു പ്രത്യേകമായ പോയിന്റിലേക്ക് ഓടിപ്പോവും. അത് കാഹളത്തിൽ ഇസ്രാഫീൽ 2-ാമത്തെ ഊതൽ ഊതുമ്പോൾ സംഭവിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് ധിക്കാരികളായ ആളുകളൊക്കെ അള്ളാന്റെ ആ ഒരു ഇസ്സത്ത്, അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കി അവരുടെ കണ്ണുകളൊക്കെ കീഴ്പോട്ട് താന്ന് അവർ ഒരിക്കലും ആഗ്രഹിക്കാത്ത, വെറുത്ത, അതായത് ഒരു പരലോകമില്ല, അങ്ങനെ ഒരു ജീവിതമില്ല
എന്നൊക്കെ മനസ്സുകൊണ്ട് വിചാരിച്ചിരുന്ന അവർ വെറുത്ത ആ ഒരു ലോകത്തേക്ക് ഖിയാമത്ത് നാളില് ആ മഹ്ശറിലേക്ക് അവരെന്ത് ചെയ്യും? ഓടിപ്പോവുകയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് നബിയെ സത്യം സ്വീകരിക്കാൻ മനസ്സ് കാണിക്കാത്തവരെ അങ്ങ് വിട്ടേക്ക്, ഒഴിവാക്കിയേക്ക് എന്ന് നബിസ്വലമയോട് പറയാണ്. അപ്പൊ നബിസ്വലമയ്ക്ക് ഒരു ആശ്വാസം നൽകുന്ന ആയത്തുകളാണ് ഇതൊക്കെ. അത് കഴിഞ്ഞാൽ 176, 177 ആയത്തുകളാണ്. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? 176, 177 ആയത്തില് അഫബി അദാബിന യസ്തഅജിലൂൻ, അഫബി അദാബിന യസ്തഅജിലൂൻ എന്നിരിക്കെ നമ്മുടെ ശിക്ഷയെക്കുറിച്ച്, അദാബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ശിക്ഷ എന്നാണ്, എന്നിരിക്കെ നമ്മുടെ ശിക്ഷയെക്കുറിച്ചോ യസ്തഅജിലൂൻ അവർ ധൃതി കൂട്ടുന്നത്, നമ്മുടെ ശിക്ഷയെക്കുറിച്ച് അവർ ധൃതി കൂട്ടുകയാണോ, ധൃതിപ്പെടുകയാണോ? ഇസ്തഅജല എന്ന് പറഞ്ഞാൽ ധൃതിപ്പെടുക എന്നർത്ഥമാണ്. ഇസ്തഅജല യസ്തഅജിലു ഇസ്തിഅജാലൻ ഫഹുവ മുസ്തഅജിലുൻ. മുസ്തഅജിൽ എന്ന് പറഞ്ഞാല് വളരെ ബിസി മാൻ, വളരെ തിരക്കുള്ള ആള്, വളരെ ധൃതിയുള്ള ആള് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. അങ്ങനെ മുസ്തഅജിൽ എന്ന് പറയും ഞാൻ വളരെ തിരക്കിലാണ്, നമ്മൾ പറയാറുണ്ടല്ലോ ഞാൻ വളരെ ബിസിയാണ്, അപ്പൊ ഞാൻ വളരെ തിരക്കിലാണ് എന്ന് പറയും. അപ്പൊ അഫബി അദാബിന യസ്തഅജിലൂൻ എന്നിരിക്കെ നമ്മുടെ ശിക്ഷയെ കുറിച്ചാണോ അവർ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? അതായത് അള്ളാന്റെ ശിക്ഷ വരില്ല എന്ന് വിചാരിച്ചിട്ട് അവരിങ്ങനെ ധൃതിപ്പെടുകയാണോ എന്ന് ചോദിക്കാം. ഫഇദാ നസല ബിസാഹതിഹിം, ഫഇദാ നസല അങ്ങനെ ഇറങ്ങിയാൽ, ബിസാഹതിഹിം, സാഹത്ത് എന്ന് പറഞ്ഞാല് മുറ്റത്തിനാണ് പറയാ, മുറ്റം, നമ്മളെ വീടിന്റെ ഒക്കെ മുറ്റം, അവരുടെ മുറ്റത്തേക്ക് അത് വന്നിറങ്ങിയാൽ, ആ ശിക്ഷ വന്നിറങ്ങിയാൽ, ഫസാ, എത്ര മോശപ്പെട്ടതായിരിക്കും, സ്വബാഹുൽ മുൻദരീൻ, ആ മുന്നറിയിപ്പ് നൽകപ്പെട്ടവരുടെ പ്രഭാതം എത്ര മോശമായിരിക്കും എന്ന്. അഥവാ ഓരോരുത്തരുടെയും കൺമുമ്പിൽ അള്ളാഹുവിന്റെ ശിക്ഷ വന്നിറങ്ങും. ആ ശിക്ഷ വന്നിറങ്ങുന്ന സമയത്ത് അവർ അതിൻ്റെ തീഷ്ണതയും അതിൻ്റെ ആ ഒരു സീരിയസ്നെസ്സും ഒക്കെ അവർ കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളും എന്നുള്ളതാണ്. അപ്പൊ മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ സമുദായങ്ങളിലുമുള്ള വന്ന നബിമാര് അവരിലെ ധിക്കാരികൾക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അള്ളാഹുവിന് വിധേയപ്പെട്ടില്ലെങ്കിൽ നിങ്ങളെ അള്ളാഹു ശിക്ഷിക്കും, പിടികൂടും. അപ്പൊ ശിക്ഷയെ പറ്റിയുള്ള മുന്നറിയിപ്പ് കൊടുക്കുമ്പോ അവര് എന്നാ അതൊന്ന് കാണട്ടെ, അതെവിടെ എന്നിങ്ങനെ ചോദിച്ച് ധൃതി കൂട്ടും, നബിമാരെ ബുദ്ധിമുട്ടിക്കും. അപ്പൊ അവരെ സമയമുള്ള അത് സംഭവിക്കില്ല എന്നുള്ളതാണ്. ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ ജനതയില് അവരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് മേഘങ്ങൾ വന്നിങ്ങനെ താഴ്വാരങ്ങളിൽ വന്നിങ്ങനെ നിന്നു. അപ്പൊ ആ സമയത്ത് അവര് പറഞ്ഞു നമുക്ക് നല്ല മഴ പെയ്യാൻ പോകുന്നു, നമുക്ക് നല്ല മഴ പെയ്യാൻ പോകുന്നുണ്ട്, അപ്പൊ മഴമേഘങ്ങൾ ഇതാ നമുക്കടുക്കലേക്ക് എത്തിയിരിക്കുന്നു. പക്ഷെ അവരെ മൊത്തത്തിൽ നശിപ്പിക്കാനുള്ള ശിക്ഷയുടെ മേഘങ്ങളായിരുന്നു അവിടേക്ക് വന്നത്. അപ്പൊ ആ ശിക്ഷ തൊട്ടടുത്തെത്തിയിട്ട് പോലും അവർക്കതിനെ മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നർത്ഥം. അപ്പൊ ഇതാണ് ഇപ്പം ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞത്. അത് സംഭവിക്കില്ല, പ്രവാചകന്മാരൊരു മുന്നറിയിപ്പ് കൊടുത്താൽ ആ ശിക്ഷ സംഭവിക്കില്ല എന്ന് വിചാരിക്കുന്ന ധിക്കാരികളായ ആളുകളുടെ ഇടയിലേക്ക് അവർ വിചാരിക്കാത്ത സമയത്ത് ആ ശിക്ഷ വരും, അവരുടെ മുറ്റത്തത് വന്നിറങ്ങും, അവർ നശിപ്പിക്കപ്പെടും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. നമ്മൾ ഒരുപാട് സമുദായങ്ങളുടെ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. അവിടെയൊക്കെ ആ ശിക്ഷ വന്നതും അതിന്റെ രൂപവും ഒക്കെ ഖുർആൻ എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ അത്തരം ചരിത്രങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മക്കത്തെ മുശ്രിക്കുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്, ഖുർആൻ ആയത്തുകൾ വഴി ഓതി കൊടുക്കുന്നത്, അവർക്കും ഇങ്ങനെ ഒരു ഗതി വരും, അതുകൊണ്ട് നിങ്ങൾ സത്യത്തിലേക്ക് മടങ്ങണം എന്ന് അവരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഇതൊന്നും അവരിൽ വലിയൊരു വിഭാഗത്തിന് പ്രയോജനപ്പെട്ടില്ല എന്നാണ് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അബൂലഹബും മുത്തുബത്തും ഷൈബത്തും അങ്ങനെ തുടങ്ങി മക്ക മുശ്രിക്കുകളുടെ വലിയൊരു നേതൃസംഘം അവർക്ക് ഈ ഒരു സത്യം ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. എന്നാൽ ഒരിക്കലും ഇസ്ലാമിലേക്ക് കടന്നു വരില്ല എന്ന് വിചാരിച്ച ധിക്കാരികളായ പല ആളുകളും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഹിദായത്തിന്റെ വെളിച്ചം അവർക്ക് കിട്ടി എന്നുള്ളതും നമുക്കറിയുന്നതാണ്. അപ്പൊ ഇത്രയുമാണ്. ഇൻഷാ അല്ലാഹ് ഇനി ഒരു ക്ലാസ് കൂടിയാണുള്ളത്.
നമ്മൾ സൂചിപ്പിച്ചിരുന്നത് പോലെ ഒരു കുറെ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പ്രാർത്ഥനകളൊന്നും സൂചിപ്പിച്ചിട്ടില്ല. അപ്പം ഭാര്യ ഭർത്താക്കന്മാരുമായി ബന്ധപ്പെട്ട് അവർക്കിടയിൽ ഇണക്കവും സ്നേഹവും ഒക്കെ ഉണ്ടാകുവാനായി പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ള പൊതുവായ 2 പ്രാർത്ഥനകൾ ഇവിടെ കൊടുത്തത് നിങ്ങൾക്ക് കാണാം. ഈ പ്രാർത്ഥന ഖുർആനിൽ വന്നതോ അല്ലെങ്കിൽ ഹദീസിൽ വന്നതോ അല്ല, മറിച്ച് ഏഹ്, ഏഹ്, നല്ല അർത്ഥം ഉൾക്കൊള്ളുന്ന ഒരു പൊതുവായ പ്രാർത്ഥന എന്നുള്ള നിലയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ നിലയ്ക്ക് അത് ചൊല്ലാം. അതല്ലാതെ ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ച പ്രാർത്ഥനയല്ല. ഖുർആനിൽ വന്ന പ്രാർത്ഥന ഇതാണ്: റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അയ്നുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകളിൽ നിന്ന് സന്താനങ്ങളിൽ നിന്ന് നീ ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്യണേ. കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ മനസ്സ് നിറയണം, അങ്ങനെയുള്ള മക്കളെ, ഇണകളെ നീ ഞങ്ങൾക്ക് നൽകണേ എന്നുള്ള പ്രാർത്ഥനയാണ് ഖുർആനിൽ ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള പ്രാർത്ഥന ഒന്നിതാണ്: അല്ലാഹുമ്മ അല്ലിഫ് ബൈന കുലൂബിന. ഉൽഫത്ത് എന്ന് പറഞ്ഞാൽ ഇണക്കം എന്നാണ്. അല്ലാഹുമ്മ അല്ലിഫ് ബൈന കുലൂബിന. നമ്മൾ സൂറത്തുൽ ഖുറൈശിൽ പറയുന്നില്ല ലി ഈലാഫി ഖുറൈഷ്, ആ പദമാണ്. അപ്പൊ അല്ലാഹുമ്മ അല്ലിഫ് ബൈന കുലൂബിന, അള്ളാഹുവെ ഞങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിൽ ഇണക്കി തരേണമേ. വ അസ്ലിഹ് ദാത്ത ബൈനിന, ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ നീ ഏറ്റവും നന്നാക്കി തരേണമേ. ഇതൊരു പ്രാർത്ഥന. ഈ പ്രാർത്ഥന നമുക്ക് ചൊല്ലി അങ്ങനെ ഇതാകാവുന്നതാണ്. അറബിയിലെ ഓരോ പദങ്ങൾക്കും അതിൻ്റെതായ അർത്ഥ വൈപുല്യമുണ്ട്. നമ്മൾ മലയാളത്തിൽ പറയുന്നതിനേക്കാളേറെ വളരെ അർത്ഥവ്യാപ്തിയുള്ള പദങ്ങളാണ് ഖുർആനിലെ ഓരോ പദങ്ങളും, അറബി ഭാഷയിലെ ഓരോ പദങ്ങളും. പ്രത്യേകിച്ച് ഖുർആനിൽ വരുന്ന പ്രാർത്ഥനകൾ, ഹദീസിൽ വരുന്ന പ്രാർത്ഥനകളൊക്കെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊരു പ്രാർത്ഥന ദാമ്പത്യ ജീവിതത്തിൽ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന നല്ലൊരു പ്രാർത്ഥന ഇതാണ്: അല്ലാഹുമ്മ അസ്ലിഹ് ലി സൗജി. അള്ളാഹുവെ, എൻ്റെ ഇണയെ എനിക്ക് നല്ലവളാക്കുകയും അല്ലെങ്കിൽ നല്ലവനാക്കുകയും. അങ്ങനെ നമ്മൾ അർത്ഥം നല്ലവളാക്കുകയും അല്ലെങ്കിൽ നല്ലവനാക്കുകയും രണ്ടും പറയാൻ കാരണം, സൗജ് എന്ന് പറഞ്ഞാൽ പിന്നെ ഭർത്താവിനും പറയും ഭാര്യയ്ക്കും പറയും. അത് വേർതിരിച്ച് നമ്മൾ പറയുമ്പോൾ സൗജ് സൗജത്ത് എന്ന് പറയും. ഇനി ഏതായാലും അതിന്റെ ബഹുവചനം വരുന്നത്, ഇപ്പം സൗജിന്റെ ബഹുവചനം വരുന്ന അസ്വാജ് എന്ന അർത്ഥത്തിൽ എന്ന രൂപത്തിലാണ്. അപ്പൊ ഇവിടെ അല്ലാഹുമ്മ അസ്ലിഹ് ലി സൗജി, അള്ളാഹുവെ എൻ്റെ ഇണയെ എനിക്ക് നല്ലവളാക്കുകയും അല്ലെങ്കിൽ നല്ലവനാക്കുകയും, വ അസ്ലിഹിനി ലഹു, എന്നെയും അവൾക്ക് അല്ലെങ്കിൽ അവന് നല്ലവനാക്കുകയും ചെയ്യണമേ. വജ്മ ബൈനന, വ അജ്മ എന്നല്ല, വജ്മ, അവിടെ അലിഫ് ഉച്ചരിക്കേണ്ടതില്ല. വജ്മ ബൈനന അലൽ ഖൈർ, ഞങ്ങളെ നന്മയിൽ നീ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമേ. ഇതാണ് ഈ പ്രാർത്ഥന. അപ്പൊ ഈ പ്രാർത്ഥന ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊല്ലി പഠിച്ച് അത് ചൊല്ലാവുന്നതാണ്. പ്രാർത്ഥനകൾ ജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്തും. ആ പ്രാർത്ഥന നിങ്ങൾ കൈവിട്ടുകൊണ്ട് ജീവിക്കരുത്. നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് എന്ത് പരിഗണന തരാനാണ് എന്നൊക്കെ ഖുർആൻ ചോദിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പ്രാർത്ഥനകൾ വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് നമ്മളെ ദാമ്പത്യത്തിലും ഒക്കെയുള്ള പ്രാർത്ഥനകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മുടെ കുടുംബ ജീവിതം എന്നൊക്കെ പറയുന്നത് അത് നമുക്ക് ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ, ആ രംഗത്ത് അള്ളാഹുവിന്റെ എല്ലാ നന്മകളെയും ചോദിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകളാണ് ഇത്തരം പ്രാർത്ഥനകൾ പഠിച്ച് നമ്മൾ ചൊല്ലുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഹത്തിലും പരത്തിലും വിജയം നൽകുന്ന, സ്വർഗം ലഭിക്കുന്ന കുടുംബങ്ങളാക്കി നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളെ മാറ്റുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ എടുത്ത ആയത്തുകൾ വളരെ പ്രധാനമാണ്. അത് പഠിക്കുക, അതിൻ്റെ അർത്ഥവും ആശയവും ഉൾക്കൊള്ളുക. ഒരു ക്ലാസ് കൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ സൂറത്ത് പൂർത്തിയാകും. അതിനുശേഷം പരീക്ഷ കഴിഞ്ഞ് നമുക്ക് അടുത്ത സൂറത്തിലേക്ക് പോകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ ഖുർആനിന്റെ പഠന സംരംഭത്തോടൊപ്പം നമ്മളോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പഠിതാക്കൾക്കും അല്ലാഹു അർഹമായ പ്രതിഫലം ഇരു ലോകത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഗ്രൂപ്പിൽ ഇൻഷാ അല്ലാഹ് ഞാൻ ഈ പ്രാർത്ഥന പോസ്റ്റ് ചെയ്യുന്നതാണ്, നമുക്ക് പഠിച്ചു ചൊല്ലാവുന്നതാണ്. ഖുർആൻ
ഓതി പഠിക്കുമ്പോൾ അതിലെ ഓരോ ഹർഫുകൾക്കും ഓരോ അക്ഷരങ്ങൾക്കും അള്ളാഹു പ്രതിഫലം നൽകും. നമ്മളെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹപൂർണമായ ഒരു സമയം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കലാം പഠിക്കാൻ വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന സമയമാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമയം ഏതാണെന്ന് ചോദിച്ചാൽ പലതും നമുക്ക് പറയാനുണ്ടാവും. പക്ഷെ അള്ളാഹുവിൻ്റെ ഖുർആനുമായി നമ്മൾ ഇടപഴകുന്ന, അത് ഓതിക്കൊണ്ടിരിക്കുന്ന, അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അള്ളാഹു നമ്മുടെ സമയത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സമയമായി തെരഞ്ഞെടുക്കുന്നതും ഏറ്റവും പ്രതിഫലാർഹമായ, ഏറ്റവും അനുഗ്രഹീതമായ സമയമായി തെരഞ്ഞെടുക്കുന്നതും. അള്ളാഹു തീർച്ചയായും നമ്മുടെ നീയത്തുകൾക്കനുസരിച്ച് അത് നൽകുക തന്നെ ചെയ്യും. അള്ളാഹു അത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പം നമ്മുടെ ക്ലാസ് ഇന്നിവിടെ അവസാനിക്കുകയാണ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.